ഇപ്പോൾ SIR-നെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു. അത് കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും എന്നാണ് അറിയിച്ചത്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ആ വിഷയത്തിൽ പ്രതികരിക്കും. നമ്മളുടെ ഹർജികൾ സർവ് ചെയ്തതാണ്. ഇന്ന് കേസ് വരുമെന്ന് അവരടുത്ത് പറഞ്ഞതുമാണ്. ഇമെയിൽ കൂടി പറഞ്ഞതാണ്. ഞാനിപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അദ്ദേഹത്തിന്റെ മെയിലിൽ അയക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ചിലപ്പോൾ ഒരു തോന്നലിൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ അത്രയും കൂടി അവർക്ക് ഡിലേ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. അതിന്റെ ബേസിസിലാകാം ഇന്ന് അവർ ഹാജരാകാതിരുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ അവരവരുടെ വക്കീലിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കോടതിയെടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി രണ്ടാമതിനി സർവ് ചെയ്തിട്ട് 26-ാം തീയതി അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം എന്താണ് ഇടക്കാല ഉത്തരവാണോ എന്താണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും 26-ന് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ളൊരു വാദം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ കപിൽ സിബലും അത് തന്നെ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലുള്ള അർജൻസി എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങളുടെ കേസ് മാത്രമാണ് 26-ന് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബറിലേക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോടതിക്ക് ആ ഒരു അർജൻസി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അല്ല, നമുക്ക് ഈ കോടതിയുടെ പ്രതീക്ഷ നൽകുന്നതിനേക്കാളും കൂടുതൽ ഇത് നമ്മൾ ഒരു നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. അവരെ കേൾക്കാതെ അവർ നടത്തുന്ന ഈ SIR എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മാറ്റിവെക്കുക എന്ന് പറയുന്നത് കോടതിയെ സംബന്ധിച്ച് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം അടക്കം ഇന്ന് സംസ്ഥാന സർക്കാരും കേരളത്തിൽ നിന്ന് ഹർജി നൽകിയവരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് 26-ന് കേരളത്തിന്റെ ഹർജികൾ മാത്രം പരിഗണിക്കും. ഒരു പക്ഷേ ഇടക്കാല ഉത്തരവിന്മേലുള്ള വാദം അന്ന് നടന്നേക്കുമെന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞത്. അന്ന് തന്നെ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ സാധ്യത തള്ളിക്കളയുന്നില്ല. ഇന്ന് സ്റ്റേ ആവശ്യം സർക്കാർ ഉന്നയിച്ചിരുന്നോ, അതിലെന്തെങ്കിലും കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.